കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തെ ബജറ്റിലും കേരള മോഡലിന് പ്രശംസ. CPM-ന് ഏണി, കോൺഗ്രസിന് പണി. മുമ്പ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തിലെ ഇടതുഭരണത്തെയും സംസ്ഥാനത്തെ വികസനത്തെയും വകുപ്പുകളുടെ നിലവാരത്തെയും പുകഴ്ത്തി പറഞ്ഞതിന് പിന്നാലെ കേരളത്തിലെ കോൺഗ്രസിന് പണിയായി മാറിയിരിക്കുകയാണ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലെ ബജറ്റിൽ കേരളത്തെക്കുറിച്ചുള്ള പരാമർശം. അതും കർണാടകയിലെ ബജറ്റ് പുകഴ്ത്തുന്നത് കേരളത്തിലെ ആരോഗ്യരംഗത്തെ ആണ് എന്നതാണ് കേരളത്തിലെ കോൺഗ്രസിനെ കൂടുതൽ വെട്ടിലാക്കിയിരിക്കുന്നത്. വീണ ജോർജിനെ ടാർഗറ്റ് ചെയ്ത് സമരം ചെയ്ത KSU, യൂത്ത് കോൺഗ്രസ് സംഘടനാ നേതാക്കൾക്ക് ഇനി കവലപ്രസംഗം നടത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതീക്ഷിക്കാതെ കിട്ടിയ അടിയാണ് കേരളത്തിലെ കോൺഗ്രസിന് കർണാടക കോൺഗ്രസ് മന്ത്രിസഭയുടെ ബജറ്റ് സമ്മാനിച്ചിരിക്കുന്നത്. കർണാടക ബജറ്റ് രേഖയുടെ 56-ാം പേജിൽ 149-ാം ഖണ്ഡികയിലാണ് കേരള മാതൃകയിലുള്ള സാന്ത്വന പരിചരണ പ്രവർത്തനങ്ങൾ കർണാടകയിൽ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന കർണാടകത്തിൽ കേരളത്തിന്റെ വികസന മാതൃകയെ ഏറ്റെടുക്കുന്നത് വലിയ പ്രചാരണ ആയുധമാക്കി ഇടതുപക്ഷം ഉപയോഗിക്കുമെന്ന് ഉറപ്പാണ്. ഇതിന് തെളിവാണ് ബജറ്റ് ഉയർത്തിപ്പിടിച്ചുള്ള ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പൊടുന്നനെയുള്ള പ്രതികരണം. കേരളത്തിന്റെ ആരോഗ്യ സംരക്ഷണ മാതൃകകൾക്ക് രാജ്യവ്യാപകമായി വീണ്ടും അംഗീകാരം ലഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അവകാശപ്പെട്ടു. കർണാടക സർക്കാർ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിൽ കേരള മാതൃകയിലുള്ള പാലിയേറ്റീവ് കെയർ പദ്ധതി നടപ്പിലാക്കുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുവെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ഒരു സംസ്ഥാനത്തിന്റെ ബജറ്റിൽ മറ്റൊരു സംസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ മാതൃകയായി എടുത്തു പറയുന്നത് അപൂർവമായ കാര്യമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാറാരോഗങ്ങൾ ബാധിച്ചവർക്കും ശയ്യാവലംബരായവർക്കും ആശ്വാസമേകുന്ന കേരളത്തിന്റെ പാലിയേറ്റീവ് കെയർ ശൃംഖല ലോക പ്രശസ്തമാണെന്നും ഇത് കേരളത്തിന്റെ സാന്ത്വന പരിചരണ പ്രവർത്തനങ്ങൾക്കുള്ള വലിയൊരു അംഗീകാരമാണെന്നും മന്ത്രി പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് ഏറെ അഭിമാനകരമാണെന്നാണ് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ആരോഗ്യവകുപ്പിനെതിരെ കോൺഗ്രസ് പോഷക സംഘടനകൾ സമരം തുടരുകയും വിവാദങ്ങൾ തുടരുകയും ചെയ്യുന്നതിനിടെയാണ് കുറിപ്പുമായി മന്ത്രി എത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും കോൺഗ്രസിന് ഇത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ദോഷം ചെയ്യുമെന്ന് പറയാതെ വയ്യ.